അടുത്തതായി റേഡിയോ ഇസ്ലാമിൽ ഇന്നത്തെ ജുമാ കുത്തുബ കോഴിക്കോട് മുഹിദ്ദീൻ ജുമാ വസിയിൽ വെച്ച് PMA ഗഫൂർ നിർവഹിച്ചത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهدي الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, സൃഷ്ടാവും നിയന്താവുമായ അള്ളാഹുവിനെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ശരിയായ പ്രകാരം സൂക്ഷിക്കുകയും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യണമെന്ന് തുടക്കത്തിൽ തന്നെ ഒരു മഹാഭാഗ്യം പോലെ വീണ്ടും ഒരുമിച്ച് കൂടിയ ഈ സമയത്ത് വളരെ കണിശമായി എന്നെയും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാം അതിന് സൗഭാഗ്യം നൽകുമാറാകട്ടെ. അറബി ഭാഷയിൽ സിലത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം ബന്ധം എന്നാണ്, കണക്ഷൻ. ആ സിലത്ത് എന്ന പദത്തിൽ നിന്നാണ് സ്വലാത്ത് എന്ന പദം ഉണ്ടായിട്ടുള്ളത്. സ്വലാത്ത് എന്നാണ് നിസ്കാരങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. സ്വലാത്ത് എന്ന വാക്കിന് പ്രാർത്ഥന എന്ന ഒരു അർത്ഥവുമുണ്ട്. ആ അർത്ഥം തന്നെയാണ് ബന്ധം എന്ന അർത്ഥം. നിസ്കാരങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടാകേണ്ടത് എന്ന് ആ പദത്തിൽ തന്നെ ഉണ്ട്. നിസ്കാരങ്ങൾ കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലഭിക്കേണ്ട ഗുണം എന്താണ് എന്ന് ആ പദം കൊണ്ട് തന്നെ അർത്ഥമാക്കുന്നുണ്ട്. അള്ളാഹുവോടുള്ള ബന്ധം, അത് കേടുകൂടാതെ സൂക്ഷിക്കുക എന്നതാണ് വിശ്വാസിയുടെ ജീവിതത്തെ കേടില്ലാതെ ജീവിക്കാനുള്ള, കേടില്ലാതെ നിലനിർത്താനുള്ള ഏറ്റവും നല്ല മാർഗം. അള്ളാഹു എന്ന ഓർമ്മ ഒരു സെക്കൻഡ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയായാൽ ആ സെക്കൻഡ് നമ്മളൊരു പാപം ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ കൈകൊണ്ടും കാലുകൊണ്ടും ചെയ്തിട്ടുണ്ടാവണമെന്നില്ല.
നമ്മുടെ മനസ്സുകൊണ്ടെങ്കിലും നമ്മളൊരു പാപം ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ പറഞ്ഞിട്ടുണ്ട്, അദ്ദിക്റു ലിൽ ഖൽബി കൽമാഇ ലിസ്സമക് എന്ന്. ഒരാളുടെ ഹൃദയത്തിന് അള്ളാഹു എന്ന ഓർമ്മ എത്രമാത്രം ആവശ്യമുണ്ട്, മത്സ്യത്തിന് വെള്ളം എത്രയാണോ ആവശ്യം അത്രയും. അഥവാ നമ്മെ ജീവിപ്പിക്കുന്ന ഒന്നാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ. അള്ളാഹുവിനെ ഓർക്കുന്ന ഒരാളും അള്ളാഹുവിനെ ഓർക്കാത്ത ഒരാളും ജീവിച്ച ആളും മരിച്ച ആളും പോലെയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മെ ജീവിപ്പിക്കുകയാണ്, നമ്മുടെ മനസ്സിന് സമാധാനമാവുകയാണ്, എത്ര വലിയ പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാനുള്ള കരുത്താവുകയാണ്. എവിടെയും നമ്മൾ തോറ്റുപോകാതെയും എവിടെയും നമ്മൾ തെറ്റിപ്പോകാതെയും നമുക്ക് നമ്മെ നിയന്ത്രിക്കാനുള്ള അസാധാരണമായ ഒരനുഭവമായി അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. അങ്ങനെ അള്ളാഹു എന്ന ഓർമ്മ നിരന്തരം നമ്മുടെ ഉള്ളിൽ നട്ടു വളർത്താനാണ്, വീണ്ടും വീണ്ടും അതിന് വെള്ളം തെളിച്ചു കൊടുത്ത് അതിന് വളമിട്ട് കൊടുത്ത് അതിനെ സജീവമായി നിലനിർത്താനാണ് യഥാർത്ഥത്തിൽ ഇബാദത്തുകളെല്ലാം. അതുകൊണ്ടാണ് നിസ്കരിക്കാൻ വരുന്ന ആളുകളോടോ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോടോ പറയാത്ത ഒരു കാര്യം നിസ്കരിച്ച് ഇടതുകാല് വെച്ച് പുറത്തേക്ക് പോകുന്ന ആളുകളോട് അള്ളാഹു പറയുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇടതുകാലാണ് നമ്മൾ ആദ്യം വെക്കുന്നത്. ഇടതുകാല് സാധാരണ വെക്കാറുള്ളത് അഴുക്കുകളിലേക്കാണ്. ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുകാലാണ് വെക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരാള് അഴുക്കുകളിലേക്കാണ് ഇറങ്ങുന്നത്. ആ പള്ളിയിൽ നിന്ന് അയാൾക്ക് കിട്ടിയ ഈമാനിന്റെ സൗന്ദര്യം, ഈമാനിന്റെ സുഖം നഷ്ടപ്പെടുത്താൻ പറ്റുന്ന എല്ലാ അഴുക്കുകളിലേക്കുമാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ അഴുക്കുകളിലേക്ക് ഇറങ്ങുന്ന ആളോടാണ് അള്ളാഹു പറയുന്നത്, ഫഇദാ ഖളിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളലില്ലാഹ് വദ്കുറുല്ലാഹ കസീറ. ഇനി അള്ളാഹു എന്ന ഓർമ്മ ധാരാളമായി നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം. എന്തുകൊണ്ട്? ഇനി അള്ളാഹു എന്ന ഓർമ്മ ധാരാളമായി ഇല്ലാതെയാക്കാനാണ് സാധ്യതയുള്ളത്. അള്ളാഹു എന്ന ഓർമ്മ ഇല്ലാതെയാക്കാൻ സാഹചര്യങ്ങളുള്ളിടത്തേക്കാണ് ഇനി നിങ്ങൾ പോകുന്നത് എന്നതുകൊണ്ട് വദ്കുറുല്ലാഹ കസീറ, അള്ളാഹു എന്ന ഓർമ്മ കൂടുതലുണ്ടാകണം. ഹജ്ജിന് വരുന്ന ആളുകളോടോ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോടോ പറയാത്ത ഒരു കാര്യം, ഹജ്ജ് കഴിഞ്ഞ് ഇഹ്റാമിന്റെ വസ്ത്രം അഴിച്ചു വെച്ച് നാട്ടിലേക്ക് പോകാൻ വിമാനം കാത്തു നിൽക്കുന്ന ആളുകളോട് അള്ളാഹു പറയുന്നുണ്ട്, ഫഇദാ ഖളൈതും മനാസികകും വദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റ. ഇനി അള്ളാഹു എന്ന ഓർമ്മ ഇതുവരെ ഉള്ളതിനേക്കാളും അധികമായി ഉണ്ടാകണം. എന്തിനാണിത്? നിസ്കരിച്ച് കഴിഞ്ഞവരോടാണ് പറയുന്നത്, ഹജ്ജ് കഴിഞ്ഞവരോടാണ് പറയുന്നത്, നോമ്പ് നോറ്റ് കഴിഞ്ഞവരോടാണ് പറയുന്നത്. വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ അദാകും. അള്ളാഹുവാണ് വലുത് എന്ന് മനസ്സിലാക്കാനായിരുന്നു. ഞാനല്ല വലുത്, എന്റെ വിശപ്പല്ല വലുത്, എന്റെ കുടുംബങ്ങളല്ല വലുത്, ഞാൻ വലുതെന്ന് കരുതിയതൊന്നുമല്ല വലുത്, അള്ളാഹുവാണ് വലുത്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ അദാകും. അതിനാണ് നോമ്പ് നോറ്റത് എന്നാ പറഞ്ഞത്. അപ്പൊ ഇബാദത്തുകളുടെ ലക്ഷ്യം അള്ളാഹു എന്ന ഓർമ്മ ഇടതടവില്ലാതെ നമ്മുടെ മനസ്സിൽ കരുപ്പിടിപ്പിക്കുവാനാണ്, നമ്മുടെ ഉള്ളിൽ അത് നട്ടുവളർത്താനാണ്. ഇനി വരാനിരിക്കുന്ന ജീവിത സന്ദർഭങ്ങളിലെല്ലാം നമ്മൾക്കൊരു തുണയായി മാറാനാണ്. അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ചെറിയ വചനം ഇവിടെ കൂടിയ മിക്ക ആളുകളും കേട്ട ഒരു വചനമായിരിക്കും. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ചത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. അതാണ് അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് നമ്മൾ മനസ്സിലാക്കിയ അർത്ഥം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈവച്ചതുപോലെ കൈവെക്കുക, റസൂൽ തിരുമേനി സുജൂദ് ചെയ്തതുപോലെ തന്നെ സുജൂദ് ചെയ്യുക, റസൂൽ എങ്ങനെയാണോ റുക്കൂഇന്റെ ക്രമം ഒപ്പിച്ചത് അങ്ങനെ തന്നെ നമ്മൾ റുക്കൂ ചെയ്യുക എന്നു മാത്രമാണോ അതിന്റെ അർത്ഥം? സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ചതായി നിങ്ങൾ കണ്ടത്
അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി നിസ്കരിച്ചത് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ ഒരു രാത്രി നിസ്കാരത്തെ കുറിച്ച് പറയുന്നിടത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് ചോദിക്കരുത്, ഫലാ തസ്അൽ അൻ ഹുസ്നി ഇന്ന വതൂലിഹിന്ന, നിങ്ങൾ ആ റസൂലുള്ളാഹിയുടെ നിസ്കാരത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച് എന്നോട് ചോദിക്കരുത്, റസൂലുള്ളാഹിയുടെ നിസ്കാരത്തിന്റെ ദൈർഘ്യത്തെ കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കരുത്. എനിക്കത് വിശദീകരിച്ചു തരാൻ കഴിയൂല, അതിലേറെ സൗന്ദര്യമായിരുന്നു അത്. ആ നിസ്കാരം നമ്മളോട് നിസ്കരിക്കാനാണ് പറഞ്ഞത്. മക്കയിൽ വളരെ പോക്കിരിയായി ജീവിച്ച ഒരാളുണ്ടായിരുന്നു, ഖത്താബിന്റെ മകൻ ഉമർ. ആ ഖത്താബിന്റെ മകൻ ഉമർ ഒരു ദിവസം മദ്യപിക്കാൻ വേണ്ടി മക്കയിലേക്ക് ഇറങ്ങിയതാണ്. മദ്യശാലകളൊക്കെ പൂട്ടിക്കിടക്കുന്നു. എന്നാൽ ക്ലബിൽ പോയി കുറച്ചു നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. അന്നത്തെ ക്ലബ്ബ് മക്കയാണ്, കഅബയാണ്. കഅബയിൽ പോയി കുറച്ചു നേരം ഇരിക്കാനാണ് ഉമർ ചെല്ലുന്നത്. അവിടെ എത്തിയപ്പോൾ ഉമറിന് തോന്നി ഒന്ന് തവാഫ് ചെയ്യാം. അങ്ങനെ തവാഫ് ചെയ്യാൻ ഒരുങ്ങിയപ്പോഴാണ് മഖാമു ഇബ്രാഹിമിന്റെ അടുത്ത് ഒരു കരച്ചിൽ കേൾക്കുന്നത്. ഉമർ അവിടേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരാള് നെഞ്ചത്ത് കൈകെട്ടിക്കൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അത് അൽ അമീൻ ആയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. ആ നിസ്കാരത്തിന്റെ സൗന്ദര്യത്തിൽ ഉമറിന്റെ മനസ്സ് ആകെ കിടിലം കൊണ്ടുപോയി. ആ പ്രാർത്ഥിക്കുന്ന വചനങ്ങൾ നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ട് അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. ഉമറിനെ ആ നിസ്കാരമാണ് സ്വാധീനിച്ചത്. ആ പോക്കാണ് പിന്നെ സഹോദരിയുടെ അടുത്തെത്തുന്നത്, ഇസ്ലാം സ്വീകരിക്കുന്നത്. ഖുർആൻ വേണമെന്ന് സഹോദരിയോട് പറഞ്ഞപ്പോ സഹോദരി പറഞ്ഞു, കയ്യും മുഖമൊക്കെ കഴുകിയിട്ട് വാ, എന്നാലേ ഇത് തരുള്ളൂ എന്ന് പറഞ്ഞു. ഉമർ എന്താ ചെയ്തത്? ഒരു കൊച്ചുകുട്ടിയെ പോലെ പോയി കയ്യും മുഖവും വൃത്തിയാക്കിയിട്ട് വന്നിട്ട് ഖുർആൻ എടുത്തു. എന്തുകൊണ്ടാണ് ഉമർ അങ്ങനെ ചെയ്തത്? ഉമർ വല്ലതും ആവശ്യപ്പെട്ടാൽ അത് പെങ്ങളാണെങ്കിലും പിതാവാണെങ്കിലും ഉമറിന് ആ നിമിഷം കിട്ടണമെന്നല്ലേ നമ്മൾ പഠിച്ചത്? എന്തുകൊണ്ടാണ് പെങ്ങൾ കയ്യും മുഖവും കഴുകണമെന്ന് പറഞ്ഞപ്പോ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ അനുസരണശീലത്തോടു കൂടി പോയിട്ട് കയ്യും മുഖവും കഴുകിയിട്ട് തിരിച്ചു വന്നത്? ഉമറിന് മനസ്സിലായി ഇത് സാധാരണ ഗ്രന്ഥമല്ല എന്ന്. എങ്ങനെ മനസ്സിലായി? അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിസ്കാരത്തിൽ നിന്ന് മനസ്സിലായി. ആ നിസ്കാരം നിസ്കരിക്കണമെന്നാ പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിച്ചതുപോലെ നമ്മൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അംഗചലനങ്ങളല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിട്ടിയതുപോലെ കിട്ടുകയും വെക്കേണ്ടതുപോലെ വെക്കുകയും ചെയ്യുക മാത്രമല്ല, അതതിൽ ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ റസൂലുള്ള നിസ്കരിച്ചപ്പോൾ ആ റസൂലുള്ളക്ക് കിട്ടിയത് എന്താണോ അത് നമുക്ക് കിട്ടണം. അതാണ് അതിന്റെ വളരെ പ്രധാനമായ ഒരാശയം. അള്ളാഹുവിന്റെ റസൂലിന് നിസ്കാരത്തിൽ നിന്ന് കിട്ടിയ അസദൃശമായ ഒരു ആത്മീയാനുഭവമുണ്ട്, അത് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു വചനമാണ്, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്വലാത്ത്. നിസ്കാരത്തെ കുറിച്ചാണ് നാളെ പരലോകത്ത് ഏതൊരു മനുഷ്യനും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത്. ഫഇൻ സ്വലഹത് സ്വലഹ സായിറു അമലിഹി. ഒരാളുടെ നിസ്കാരം വേണ്ടതുപോലെ ആയാൽ അയാളുടെ ബാക്കി എല്ലാ കർമ്മങ്ങളും വേണ്ടതുപോലെയാകും. എന്നാൽ വഇൻ ഫസദത് ഫസദ സായിറു അമലിഹി. ഏതൊരാളുടെയെങ്കിലും നിസ്കാരങ്ങൾ വേണ്ടതുപോലെ ആയില്ല എങ്കിൽ അയാളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഫസാദിലായിക്കൊണ്ടേയിരിക്കും എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എങ്ങനെയാണ് നിസ്കാരം വേണ്ടതുപോലെ ആവുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണത്. വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്നെന്താണ്? ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കരിച്ച ഒരാളുടെ ജീവിതത്തിൽ ആ നിസ്കാരം ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട്. അതെന്താണ്? തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. മ്ലേച്ഛകരമായ, തിന്മയായ, ഹറാമായ ഒന്നും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. തൻഹ എന്ന് പറഞ്ഞാൽ ആ നിസ്കാരം അയാളെ തടയുമെന്നാണ്. തടയുക എന്ന് പറഞ്ഞാൽ വേറെ ഒരാൾ നമ്മൾ ചെയ്യുന്നതിനാണ് തടയാന്ന് പറയാം, നമ്മൾ വേറെ ഒരാൾ ചെയ്യുന്നതിനാണ് തടയാന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ വേറെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് പോലെ നിസ്കാരമെന്ന ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടണം. അതല്ലെങ്കിൽ നിസ്കാരങ്ങൾ കൊണ്ട് കിട്ടിയ ആ ഊർജം നമ്മുടെ ജീവിതത്തിൽ ഇടപെടണം. അതാണല്ലോ അതിന്റെ അർത്ഥം. ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ, വണ്ടി ഓടിച്ചു പോകുമ്പോൾ പെട്രോൾ തീർന്ന് നമ്മൾ പെട്രോൾ പമ്പിലേക്ക് കയറ്റും. പെട്രോൾ അടിച്ചിട്ട് വീണ്ടും വണ്ടി ഓടിക്കാൻ തുടങ്ങും. കുറെ നേരം വണ്ടി ഓടിച്ച് വീണ്ടും പെട്രോൾ തീരാൻ തുടങ്ങും.
10 രൂപയ്ക്ക് ഒരാൾ പെട്രോൾ അടിച്ചിട്ടുള്ളെങ്കിൽ 10 രൂപക്കുള്ള ഓട്ടേ വണ്ടി ഓടുള്ളൂ. 50 രൂപക്കാണ് ഒരാൾ പെട്രോൾ അടിച്ചിട്ടുള്ളെങ്കിൽ 50 രൂപക്കുള്ള ഓട്ടമേ വണ്ടി ഓടുള്ളൂ. അതല്ല, ആവശ്യത്തിന് അത്രയും പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അയാളുടെ വണ്ടി ഓടും. ഇതാണ് നിസ്കാരത്തിന്റെയും അവസ്ഥ. നമ്മളുടെ നിസ്കാരത്തിൽ നിന്ന് നമുക്ക് എത്രയാണ് ഈമാനിന്റെ ഊർജം കിട്ടിയത്, അത്രയുമാണ് പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ അത് കാണാം. നിസ്കാരത്തിൽ നിന്ന് വേണ്ടത് പോലെ ഈമാനിന്റെ ഇന്ധനം, ഭക്തിയുടെ ശക്തി നമ്മൾ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമ്മുടെ ജീവിതത്തിൽ അതിന്റെ സ്വാധീനം കാണും. അങ്ങനെ കാണാത്ത ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് വൈലുല്ലിൽ മുസല്ലീൻ. നമ്മളിവിടെ ഓതി വെച്ചത് സൂറത്തുൽ മാഊനിലെ വചനമാണ്. വല്ലാത്ത ഒരു വചനമാണത്. നിസ്കരിക്കുന്നവരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ആ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടുന്നതിന്റെ മുമ്പ് തളച്ചുമറിയേണ്ട ഒരു വചനമാണിത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഓർമ്മിക്കപ്പെടേണ്ട വചനമാണിത്. വൈലുല്ലിൽ മുസല്ലീൻ. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? നിസ്കരിക്കാത്തവരെ കുറിച്ചല്ല. കൃത്യമായി പള്ളിയിൽ പോയി നിസ്കരിച്ച് സലാം വീട്ടി വീട്ടിലേക്ക് തിരിച്ചു വന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് വൈലുല്ലിൽ മുസല്ലീൻ. ആർക്ക് വേണമെടോ അവന്റെ നമസ്കാരം? എന്തുകൊണ്ടാ അങ്ങനെയുള്ളവരുടെ നിസ്കാരം സ്വീകരിക്കപ്പെടാതെ പോയത്? അതിന്റെ കാരണമാണ് തൊട്ട് മുമ്പും ശേഷവും പറഞ്ഞത്. ഫദാലികല്ലദീ യദ്ഉൽ യതീം. അനാഥയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവൻ. നിസ്കാരത്തിന് വേണ്ടി തല കുനിച്ചാണ് അവൻ നടന്നു പോയിട്ടുള്ളത്. നിസ്കാരം കഴിഞ്ഞ് തല കുനിച്ചു തന്നെയാണ് അവൻ തിരിച്ചു വന്നിട്ടുമുള്ളത്. അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ അവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടെയെങ്ങാനും തിരിഞ്ഞു നോക്കിയിരുന്നുവെങ്കിൽ സാധുവായ മനുഷ്യനെ അവന് കാണാമായിരുന്നു, അനാഥകളായ മക്കളെ അവന് കാണാമായിരുന്നു. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ വേണ്ട, അത് കഴിയുന്നവരുണ്ടല്ലോ അവരോട് ചെന്നൊന്ന് പറയുക പോലും അവൻ ചെയ്തിട്ടില്ല. എന്നിട്ട് അവൻ നിസ്കരിച്ച് തിരിച്ചു വന്നു. ആർക്ക് വേണം അവന്റെ നിസ്കാരം? അല്ലാത്ത ഒരു ചോദ്യമാണിത്. ഇതാരെക്കുറിച്ചാണ് ചോദിച്ചത്? ഇത് വേറെ ആരെയോ കുറിച്ചാണോ ചോദിച്ചത്? വേറെ ആരെയോ കുറിച്ചാണോ അള്ളാഹു ഈ പറഞ്ഞത്? ഞാൻ മനസ്സിലാക്കുന്നു ഇത് എന്നെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന മരുന്നുകളൊന്ന് കൂട്ടിവെച്ച് നോക്കിയാൽ അത് കണ്ടാൽ കരയുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുമില്ലേ? ഡോക്ടർ എഴുതി കൊടുത്ത മരുന്ന് ഷീട്ട് മരുന്നുശാലയിൽ കൊണ്ടുകൊടുത്ത് അതിന്റെ ബില്ല് എത്രയാകുമെന്ന് ചോദിക്കുമ്പോ ആ ബില്ല് കേട്ട് അത് കൊടുക്കാൻ കാശില്ലാതെ തല കുനിച്ച് കരഞ്ഞ് തിരിച്ചു വരുന്ന ആളുകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഇല്ലായിരുന്നു, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ ഇല്ലായിരുന്നു. എന്നിട്ടല്ലേ നമ്മൾ കൃത്യമായി പോയി നിസ്കരിച്ച് സലാം വീട്ടി തിരിച്ചു വന്നത്? അങ്ങനെയാണെങ്കിൽ എന്നെയും നിങ്ങളെയും കുറിച്ചല്ലേ ഈ പറഞ്ഞത്? നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന വസ്ത്രങ്ങളൊന്ന് കൂട്ടിവെച്ച് നോക്കിയാൽ അത് കണ്ടാൽ നെഞ്ചുപൊട്ടുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുമില്ലേ? നമ്മൾ അവരെ കണ്ടിട്ടുണ്ടോ? എന്നാൽ നമ്മളെ കുറിച്ചല്ലേ ഈ പറഞ്ഞിട്ടുള്ളത്? തൊണ്ടയിലൂടെ ഒരിറ്റ് ഭക്ഷണം ഇറക്കാൻ കഴിയാതെ ഭക്ഷണം കഴിച്ചു വന്നവരുടെ കൈ മുത്തി വാസനിച്ച് കരയുന്ന രോഗികൾ നമ്മുടെ ചുറ്റുമില്ലേ? അവരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ നമ്മളെ കുറിച്ചല്ലേ ഈ പറഞ്ഞത് വൈലുല്ലിൽ മുസല്ലീൻ. അപ്പൊ നിസ്കാരങ്ങൾ കൊണ്ട് നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു പരിവർത്തനമുണ്ട്. അത് സാധിച്ചോ? മഹാനായ ഹാത്തിം അസം റഹിമഹുല്ലയോട് ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ നിസ്കാരം? നിസ്കാരത്തിൽ അതീവ ഭക്തി കാണിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. എങ്ങനെയാണ് നിങ്ങളുടെ നിസ്കാരം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം അതിന് പറഞ്ഞുകൊടുത്ത വളരെ മനോഹരമായൊരു മറുപടിയുണ്ട്. ഇദാ ഹാനത്തി സ്വലാത്തു, നിസ്കാരത്തിന് സമയമായാൽ അസ്ബഗ്തു വൽ വുളൂഅ, ഞാൻ വുളൂ എടുക്കും. വഅതൈതു അൽ മൗളിഅ അല്ലദീ ഉരീദു അസ്സലാത്ത ഫീഹി, എവിടെ വെച്ചാണോ നിസ്കരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങോട്ട് ഞാൻ എത്തും. അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഫഅഖഉദു ഫീഹി ഹത്താ തജ്തമിഅ ജവാരിഹി, നിസ്കാരത്തിന്റെ സ്ഥലത്തെത്തിയാൽ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് നിസ്കരിക്കാറല്ല ഉള്ളത്. ആ നിസ്കരിക്കാനുള്ള സ്ഥലത്തെത്തിയാൽ ഞാൻ കുറച്ചു നേരം ഒന്ന് ശാന്തനാകും. എന്റെ മനസ്സ് ഒന്ന് സമാധാനമാകുന്നതുവരെ, എന്റെ അവയവങ്ങളൊന്ന് അടങ്ങി ഒതുങ്ങുന്നതുവരെ ഞാൻ കുറച്ചു നേരം ഒന്ന് ശാന്തനായിട്ടിരിക്കും. കാരണം ഞാൻ നിസ്കാരത്തിനാണ് പോകുന്നത്. സുമ്മ അഖൂമു ഇലാ സലാത്തി, പിന്നെ ഞാൻ നിസ്കാരത്തിൽ തുടങ്ങും. വഅജഅലു അൽ കഅബത ബൈന ഹാജിബി, ഞാൻ ഏതൊരു കഅബയെ മുന്നിൽ കണ്ടുകൊണ്ടാണോ നിസ്കരിക്കുന്നത് ആ കഅബ എന്റെ കണ്ണിന്റെ പുരികങ്ങളിൽ ഒളിച്ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നും. ആ കഅബ മന്ദിരം എന്റെ കൺപുരികങ്ങളിൽ ഒളിച്ചിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടും. വസ്സിറാത്ത തഹ്ത ഖദമി, നരകത്തിന് മുകളിൽ അല്ലാഹു വിരിച്ചിരിക്കുന്ന സിറാത്തിന്റെ മുകളിലാണ് എന്റെ പാദമുള്ളത്.
ഞാൻ നിൽക്കുന്നത് എന്ന് എനിക്ക് അനുഭവപ്പെടും. വൽ ജന്നത അൻ യമീനി, സ്വർഗം എന്റെ വലതുഭാഗത്തുണ്ട് എന്ന് തോന്നും. വന്നാറു അൻ ശിമാലി, നരകം എന്റെ ഇടതുഭാഗത്തുണ്ട് എന്ന് എനിക്ക് തോന്നും. വമലക്കുൽ മൗതി വറാഇ, മരണത്തിന്റെ മാലാഖ എന്നെ മടക്കി കൊണ്ടുപോകാൻ എന്റെ പിന്നാമ്പുറത്ത് കാത്തിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടും. അദുന്നുഹ ആഖിറ സ്വലാത്തി, എന്റെ അവസാനത്തെ നിസ്കാരമാണത് എന്ന് എനിക്ക് തോന്നും. എന്റെ അവസാനത്തെ റുക്കൂകളാണ്, എന്റെ അവസാനത്തെ സുജൂദുകളാണ്. എന്റെ ജീവിതത്തിൽ ഇനി ഒരു നിസ്കാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഒരു നിസ്കാരമാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന് എനിക്ക് തോന്നും. സുമ്മ അഖൂമു ബൈനർ റജാഇ വൽ ഖൗഫ്, ഒരേ സമയം എന്റെ ഉള്ളിൽ പേടിയുണ്ടാകും, അതേസമയം എന്റെ ഉള്ളിൽ പ്രതീക്ഷയും ഉണ്ടാകും. ആ നിസ്കാരം കഴിഞ്ഞാലോ സുമ്മ ലാ അദ്രി അഖ്ബിലത് മിന്നി അം ലാ, നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എന്റെ മനസ്സിന്റെ പേടി ആ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചോ ഇല്ലേ എന്ന പേടിയാണ്. ഹാത്തിം അസം റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുകയാണ്, ഇതാണ് നിസ്കാരം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീമിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയങ്കരരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത്, നിസ്കാരങ്ങൾ കൊണ്ട് അള്ളാഹുവിന് വലിയ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സാധിക്കുമ്പോഴാണ് അത് അള്ളാഹുവിങ്കൽ പ്രതിഫലാർഹമായ നിസ്കാരമായി മാറുന്നത്. അങ്ങനെ അല്ലാത്തവരെ കുറിച്ചാണ് അള്ളാഹു വൈലുല്ലിൽ മുസല്ലീൻ എന്നും പറഞ്ഞത്. അപ്പൊ നെഞ്ചത്ത് കൈകെട്ടുക എന്നുള്ളതാണ് സുന്നത്ത്. ഹൃദയത്തിന്റെ ഭാഗത്ത് കൈവച്ചിട്ടാണ് അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഹൃദയത്തിന്റെ ഭാഗത്ത് നെഞ്ചിൽ തന്നെ കൈവെക്കണം എന്ന് നമ്മൾ വാശി പിടിക്കണം. കാരണം അതാണ് സുന്നത്ത്. പക്ഷെ അതോടുകൂടി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടി അതിലുണ്ട്. അതെന്താണ്? എങ്ങനെയുള്ള നെഞ്ചിന് മുകളിലാണ് കൈവെക്കേണ്ടത് എന്നാണത്. അസൂയയും പകയും പോരും വിദ്വേഷവും കിബറും അങ്ങനെയുള്ള ഹറാമായ ഒരുപാട് ദുശ്ചിന്തകൾ നിറച്ചുവര ഒരു നെഞ്ചിന്റെ മുകളിൽ കൊണ്ടുപോയി കൈവെക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അതാണ് നിസ്കാരത്തിലെ ഒരംശം, അഥവാ അതാണ് നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംശം. അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഓർമ്മ നിറഞ്ഞു തുളുമ്പുന്ന ഹൃദയത്തിന്റെ മുകളിൽ കൈവച്ചിട്ടാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് അള്ളാഹുവിലേക്ക് എത്തുകയും ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മദ്യപിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വരരുത് എന്ന് പറഞ്ഞു. ലാ തഖറബു സ്വലാത്ത വഅൻതും സുക്കാറ, നിങ്ങൾ ആരും മദ്യപിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വരരുത്. എന്തുകൊണ്ടാണ് മദ്യപിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വരരുത് എന്ന് പറഞ്ഞത്? മദ്യപിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വരരുത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം, ആ മദ്യപിച്ച ആളെ സംബന്ധിച്ചിടത്തോളം ആ പറയുന്നതിന്റെ ഗൗരവം അയാൾക്ക് മനസ്സിലാവൂല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് അയാൾ പറയുന്നുണ്ട്, പക്ഷെ ആ ശൈത്താന്റെ കൂടെയാണ് അയാള്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നയാൾ പറയുന്നുണ്ട്, പക്ഷെ ആ അള്ളാഹുവിൽ നിന്ന് അകന്നിട്ടാണ് അയാൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പറയുന്നത് മനസ്സിലാകാതെ നിസ്കരിക്കരുത് എന്നുകൂടിയാണല്ലോ അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും പറയുന്നത് എന്താണ് എന്ന് അതിന്റെ ഗൗരവത്തോടു കൂടിയാണോ നിസ്കരിക്കുന്നത്? ലാ തഖറബു സ്വലാത്ത വഅൻതും സുക്കാറ, മദ്യപിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കാൻ എത്തരുത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ പറയുന്നതിന്റെ ഗൗരവം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണല്ലോ. ആ 24 മണിക്കൂറിൽ നമ്മുടെ നിസ്കാരത്തിന്റെ സമയങ്ങളൊന്ന് കൂട്ടി നോക്കിയാൽ ഒരു 24 മിനിറ്റേ കിട്ടുള്ളൂ. അപ്പൊ 24 മണിക്കൂറിൽ 24 മിനിറ്റ് മാത്രം അള്ളാഹനെ ഓർക്കാനാണോ ഈ നിസ്കാരം? അല്ലല്ലോ. ആ 24 മണിക്കൂറും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയ്ക്കുള്ള ഊർജം സംഭരിക്കാനായിരുന്നില്ലേ ഈ 24 മിനിറ്റ് ചെലവഴിക്കേണ്ടത്? അതാണ് അള്ളാഹു നമ്മോട് പറഞ്ഞത്. തമിഴ്നാട്ടിൽ വളരെ പ്രസിദ്ധനായ ഒരു സാഹിത്യകാരനും സിനിമാ സംവിധായകനും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിനിടയിൽ ആ പാർട്ടി നിരോധിക്കപ്പെട്ട ജയിലിൽ പോയി. ആ ജയിലിൽ കിടക്കുന്ന സമയത്താണ് കൂടെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം യുവാവ് നിസ്കരിക്കുന്നത് അയാൾ കണ്ടത്. ആ നിസ്കാരത്തിൽ കണ്ണീരണിഞ്ഞുകൊണ്ട് കരള് നൊന്തുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ നിസ്കരിക്കുന്നത്. അത്രയും ആത്മാർത്ഥതയോടുകൂടി നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എന്റെ മനസ്സിൽ സമാധാനമായി. പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിന് സമാധാനമായി. ഇയാൾ ചോദിച്ചു, ആരോടാണ് നിങ്ങൾ പറഞ്ഞത്?
ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്നോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന എന്റെ രക്ഷിതാവിനോട്. ആ വാക്കാണ് ആ സാഹിത്യകാരനായ സിനിമാ സംവിധായകനായ മനുഷ്യന്റെ മനസ്സ് മാറ്റിയത്. അയാൾ പിന്നെ ജയിലിൽ നിന്ന് മോചിതനായി 1986 അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. തമിഴ്നാട് കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഇസ്ലാമിക പണ്ഡിതനും പ്രബോധകനുമായി മാറിയ അബ്ദുള്ള അടിയാർ ആണത്. മദ്യത്തിനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ പോരാട്ടം മുഴുവനും. പിന്നീട് ഒന്നാലോചിക്കും, നിസ്കാരമാണ് അയാളുടെ ജീവിതത്തെ ആകെ മാറ്റിപ്പണിതത്. ആ നിസ്കാരത്തിൽ പറഞ്ഞ പ്രാർത്ഥനകൾ അദ്ദേഹം കേൾക്കുന്നതിന് മുമ്പ് ആ നിസ്കാരത്തിന്റെ ആത്മാർത്ഥമായ രൂപമാണ് അബ്ദുള്ള അടിയാറിന്റെ മനസ്സ് മാറ്റിയത്. ചിറൈച്ചായിലിരുന്ന് പള്ളിവായിൽ വരെ എന്ന വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയുണ്ട്, തടവറയിൽ നിന്ന് പള്ളിയിലേക്ക്. ആ ആത്മകഥയിൽ അദ്ദേഹം മനോഹരമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. നിസ്കാരത്തിന് അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്, ഒരേ സമയം ആത്മീയമായൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈമാൻ എങ്ങനെ ഇടപെടണം എന്ന് പഠിപ്പിക്കുകയാണത്. എവിടെയും നമ്മൾ തോറ്റുപോകാതെ, എവിടെയും നമ്മൾ തകർന്നു പോകാതെ, എത്ര വലിയ കഷ്ടനഷ്ടങ്ങളിലും കണ്ണുനീരിലും പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ഉണ്ടാക്കാനുള്ള മാർഗമാണ് നമ്മുടെ ഇബാദത്തുകൾ. അത്തരം ഇബാദത്തുകളെ നമ്മുടെ ഇബാദത്തുകൾ മാറാൻ പരിശ്രമിക്കണം. അള്ളാഹു അതിനെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് കരുണാവാരിധിയായ രക്ഷിതാവേ, ഞങ്ങളെ നീ കരകയറ്റിയിടണമേ. അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങൾ, രഹസ്യമായും പരസ്യമായും ചെയ്തു കൂട്ടിയ തിന്മകൾ, നിന്നെ മറന്ന് പിശാചിലേക്ക് വഴിപ്പെട്ട് ചെയ്തു പോയ പാപങ്ങൾ, നാഥ അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് പലതുകൊണ്ടും കഷ്ടപ്പെടുന്ന ആളുകൾ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, സാമ്പത്തിക നഷ്ടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മക്കളില്ലാതെ ദുരിതത്തിലായവർ, ഇവർക്കെല്ലാവർക്കും സമാധാനം നിറഞ്ഞ ഒരു പരിഹാരം നീ പ്രദാനം ചെയ്യണമേ നാഥ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടിട്ടുള്ള, ഞങ്ങളുടെ കുടുംബങ്ങളിലും മറ്റുള്ള ആളുകൾ, വല്യപ്പമാർ, വല്യമ്മമാർ, മറ്റു പലരും, അവർക്കെല്ലാവർക്കും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്ത് അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اغفر لنا ذنوبنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ ജുമാ ഖുത്ബ.